ഞാനിപ്പോൾ വീക്കെൻഡാണ്, സാറ്റർഡേ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റീന എവിടെയാണ്. എല്ലാ ആഴ്ചയുമേ എൻ്റെ കുറേ ചങ്കുകൾ എന്നെ വിളിക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ എന്നെ കൊണ്ടുപോകാം. ഇപ്രാവശ്യം എന്നെ വിളിച്ചത് ഹണിയും രാജീവ് ബ്രദറും, രണ്ടുപേരെ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയതാണ്. പ്രത്യേകിച്ച് മീഡിയയിൽ നിന്ന് നിങ്ങൾ ഓർക്കും നമുക്ക് നല്ല ഫ്രണ്ട്സിനെ ഒന്നും കിട്ടില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചങ്കായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലാണ് ഹണിയും രാജീവ് ബ്രദർ താമസിക്കുന്നത് വെയിൽസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാരനാണ് കേട്ടോ രാജീവ് ബ്രദർ. വെയിൽസിലാണ്, അതായത് ലണ്ടനിൽ നിന്ന് ഒരു 2.5 മണിക്കൂറെങ്കിലും ഹണി ഡ്രൈവ് ചെയ്തു ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി, നിങ്ങൾക്ക് ഈ വെയിൽസിന്റെ മനോഹാരിതയെ പറ്റി സംസാരിക്കണമെന്നും നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പറയണമെന്നും. അപ്പോൾ ഞാൻ ഈ ദിവസം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ വെയിൽസിന്റെ സൗത്ത് വെയിൽസ് ആണ് അല്ലേ ഹണി? സൗത്ത് വെയിൽസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ മനോഹാരിത നിറഞ്ഞ മൗണ്ടനും പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വെയിൽസ്. പക്ഷേ നിങ്ങൾ ഓർക്കും ലണ്ടനാണ് ബ്യൂട്ടിഫുൾ എന്ന്. പക്ഷെ അവിടെ നമുക്ക് കൂറ്റൻ ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ പറ്റുമെങ്കിലും ലൈഫ് സ്റ്റൈല് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള സ്ഥലമാണ് വെയിൽസ്. ഞാനിവിടെ മനോഹരമായിട്ടുള്ള ഒരു പുഴയുടെ അരികിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ മനോഹാരിത നിറഞ്ഞ പുഴ. ഇവിടെ ഒരുപാട് ഡക്കുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ബോൺമൗത്ത് ഗേറ്റ്, ഇതെല്ലാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വെയിൽസിലുണ്ട്. ഇനി നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് മൗണ്ടൻ ഒരുപാടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പൂക്കളുടെ ഭംഗി, അതുപോലെ തന്നെ സിറ്റിക്കകത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് രാജീവ് ബ്രദറിൻ്റെ വീട്, കുറച്ചുള്ളിലാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങൾ UK-യിൽ വരുമ്പോൾ നിങ്ങൾ വെയിൽസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയിൽസ് സന്ദർശിക്കുക. ഇവിടുത്തെ മനോഹാരിത നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക. അപ്പോൾ വെയിൽസിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു വ്ലോഗ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം സമയപരിമിതികൾ കൊണ്ട് 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കും കുറേ സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഫാം ഉണ്ട്. അവിടെ ഇപ്പോൾ ആടുകളാണെങ്കിലും ഒരുപാട് ആടുകളും എല്ലാം നിറഞ്ഞ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് ഹണി ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അവിടെ ആടുകളുടെ ഒരു വലിയ ഒരു നിര തന്നെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഫാമും വളരെയധികം നല്ല മനുഷ്യരും ഒക്കെ ഉള്ള ഒരു വെയിൽസിലാണ് ഞാൻ ഈ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാം എന്നോർത്തു കേട്ടോ. കണ്ടു, ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കുറച്ച് തണുപ്പുണ്ട്, പക്ഷേ എനിക്ക് തണുപ്പ് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്കും അത് പ്രശ്നമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എത്തിയതിലുള്ള സന്തോഷമുണ്ട്, അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ലണ്ടനിൽ എപ്പോഴെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെയിൽസ് കാണാൻ മറക്കണ്ട. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്ലോഗ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.